സേവ് ചെയ്യാനോ? ഇപ്പോഴേയോ? ഞാനിപ്പോൾ ജോലിക്കങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയിട്ട് മാഷേ. ഇങ്ങനെ നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്, ഇല്ലേ? നാളെ ആവട്ടെ എന്ന് ചിന്തിച്ചു നീട്ടിവെച്ചാൽ 25, 30 40 60 കണ്ണടച്ച് തുറക്കും മുമ്പ് പ്രായം കൂടി വരും, ചെലവുകൾ കൂടിക്കൂടി വരും. അവസാനം ദൈവമേ അന്ന് ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കാൻ ഇടയാവില്ലേ? കാലം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. ലോകം നമ്മുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ആളായിക്കോട്ടെ, ഇതുവരെ സേവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇതാണ് ശരിയായ സമയം. ഇന്ന് മുതൽ, അതെ ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം. ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. മാജിക്കൽ റിസൾട്ട്സ് കാണാം. ജീവിതത്തിൽ ആദ്യം നിലനിൽപ്പ് സുരക്ഷിതമാക്കണം. പിന്നെ എത്ര വളരാമോ അത്രയും വളരണം. രണ്ടും ഒരുമിച്ച് പോകും. നമ്മളറിയാതെ തന്നെ നന്നായി ഒന്ന് പ്ലാൻ ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ കോൺസെപ്റ്റുകളും മാറ്റും. കാരണം നമ്മളിൽ ഭൂരിഭാഗത്തിനും അറിയാത്ത ഒരു സീക്രട്ട് ഞാൻ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്. അത് ഈ നിമിഷം വരെയുള്ള നമ്മുടെ പല ധാരണകളെയും നടുക്കടലിലെറിയും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കും ഒരു മോട്ടിവേഷൻ ആവും. താങ്ക് യു. വെൽക്കം ടു ഗുരുവും ഞാനും. പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ വഴി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള 50, 30, 20 റൂൾ തന്നെയാണ്. എത്ര വരുമാനം കിട്ടിയാലും 50% നിത്യ ചെലവുകൾക്ക്, 30% മറ്റാവശ്യങ്ങൾക്ക്, ബാക്കി 20% സേവ് ചെയ്ത് തുടങ്ങണം. ഇത് ഒരു വലിയ യാത്രയുടെ ചെറിയ ചുവടുകളാണ്. മറക്കാതെ ചെയ്യാൻ തുടങ്ങണം. ഈ പ്രൊപ്പോർഷനും 50, 30, 20 ഇപ്പോൾ മാറ്റരുത്. ഇനി ഫോളോ ചെയ്യേണ്ടത് 3 സേവിങ് ഹാബിറ്റ്സ് ആണ്. അത് ഡെവലപ്പ് ചെയ്യണം. അതും 1, 2, 3 ഓർഡർ മാറ്റരുത്. 1. ക്രിയേറ്റ് എ റിസ്ക് മാനേജ്മെൻറ്റ് ഫണ്ട്. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, മക്കളെ, വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്നു എന്ന് എനിക്കുറപ്പുണ്ട്. അതിനാൽ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം. നാളെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഉണ്ടായാൽ അതിനുള്ള മുൻകരുതൽ. 3 മാസം മുതൽ 6 മാസം വരെയുള്ള നിങ്ങളുടെ വരുമാനത്തിന് തുല്യമായ തുക പെട്ടെന്ന് കൈയെത്തുന്ന ഒരു ഫണ്ടിൽ എപ്പോഴും ഉണ്ടാവണം. എത്ര കൂടുതൽ പറ്റുമോ അത്രയും നല്ലത്. പുതുതായി ശമ്പളം വാങ്ങാൻ തുടങ്ങിയ ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ RMF ഇല്ലാത്ത ആളാണെങ്കിൽ ഈ സ്റ്റെപ്പ് ആദ്യം ചെയ്യണം. 100% പ്രയോറിറ്റി കൊടുത്ത്. പിന്നാലെ പറയുന്ന 2ഉം 3ഉം ഇതിന് ശേഷം മതി. അതായത് ആദ്യം മാറ്റിവെക്കുന്ന 20% പൂർണ്ണമായും ക്രൈസിസ് മാനേജ്മെൻറ്റ് ഫണ്ടിൽ ഇടുക. നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും ഒരു ATM കാർഡ് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ. വേണമെങ്കിൽ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അതിലിടാം. മിനിമം ബാലൻസിന് മുകളിലാണെങ്കിൽ ഒരു ബാങ്ക് ചാർജും വരില്ല. ഒഴിവാക്കാൻ പറ്റാത്ത എമർജൻസിയിൽ മാത്രമേ ഇതിൽ തൊടാവൂ. അതേപോലെ ദയവായി 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 വീട്ടിലെല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം. എൻ്റെ ഈ വീഡിയോ തീർച്ചയായും കാണുക. ഇൻഷുറൻസ് ഏതെടുക്കണം, എത്ര എടുക്കണം, എന്തിനെടുക്കണം, ഏതെടുക്കരുത്, എന്നെടുക്കണം എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ലൈഫ് ഇൻഷുറൻസും എടുക്കുക. രണ്ടും നഷ്ടമായിട്ട് കാണരുത്. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? ഞാൻ പറയും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. വേണ്ട സമയത്ത് ഒരാളും ചെയ്യാത്ത സഹായം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു അടി കിട്ടിയാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഇതുവരെ പ്രീമിയം കൊടുത്തതിനേക്കാൾ കൂടുതൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. ക്ലെയിം വരാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മുടങ്ങാതെ അടച്ചുകൊണ്ടിരിക്കണം. നാളെ അത് നമ്മെ സഹായിക്കും, ഉറപ്പ്. എപ്പോഴും ഓർക്കുക, വലിയ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു മുൻകരുതലാണ് ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതെ വെള്ളം കുടിക്കുന്ന പലരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. 2ഉം 3ഉം ഒരുമിച്ച് പോകേണ്ടതാണ്. ഓരോന്നും പറയാം. ലിക്വിഡിറ്റി ഫണ്ട് ഓർ സേവിങ്സ് ഫണ്ട്.
ഇനി ഭാവിയിൽ വരാനിടയുള്ള സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഷോർട്ട് ടേം ലോങ് ടേം സേവിങ്സ് തുടങ്ങണം. വീട്, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, വണ്ടി, എന്തുമാവാം. അതിനുള്ള ഫണ്ട് റൈസിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ ആവശ്യം വരുന്ന സമയത്ത് നമ്മെ സപ്പോർട്ട് ചെയ്യാൻ പെട്ടെന്ന് എൻകാഷ് ചെയ്യാവുന്ന ഒന്ന്. ക്രൈസിസ് മാനേജ്മെൻറ്റ് ഫണ്ട് ആയിക്കഴിഞ്ഞാൽ മാറ്റിവെക്കുന്ന 20%-ൻ്റെ 65% നീഡ് ബേസ്ഡ് ഗോളുകൾ സാധ്യമാക്കാനും 35% ഭാവിയിലേക്ക് വെൽത്ത് ക്രിയേഷനും വേണ്ടി വീതിക്കാം. ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്നല്ലേ പ്രമാണം. അത് എങ്ങനെയാണ് വീതിക്കുന്നതെന്നും കാണിച്ചു തരാം. ലിക്വിഡിറ്റിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്: 1. ഫിക്സഡ് ഡിപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ്, ഗവൺമെൻറ് ബോണ്ട്സ്, സോവറിൻ ഗോൾഡ് ബോണ്ട്സ്. ഇങ്ങനെ ധാരാളം സുരക്ഷിത വഴികളുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. 1. ഒന്നും ചാടിപ്പിടിച്ച് ചെയ്യരുത്. 2. റിസ്ക് കൂടുതലുള്ള ഒന്നും തുടക്കത്തിൽ നോക്കരുത്, പിന്നാലെ വിശദമായി പറയാം. 3. കഴിയുന്നത്ര നേരിട്ട് ചെയ്യുക, ബ്രോക്കർ വഴി ചെയ്യരുത്. വെറുതെ പൈസ കളയണ്ട. വളരെ സിമ്പിളാണ് നേരിട്ട് ചെയ്യാൻ. എന്നാൽ കൈകൊള്ളാൻ വഴിയുള്ള ഫീൽഡ് ആയതിനാൽ തുടക്കക്കാർ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾ മാത്രം വാങ്ങുന്നതാണ് സേഫ്. അതായത് ഇന്ത്യയിലെ നല്ല അടിത്തറയുള്ള കമ്പനികളുടെ ഷെയർ മാത്രം. മനസ്സിലാവുന്നില്ല എങ്കിൽ കമൻറ്റ് ചെയ്യുക, പറഞ്ഞു തരാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും സ്റ്റോക്സ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും അറിയാമെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ റെഡിയാണെങ്കിൽ, അതിനുള്ള സമയമുണ്ടെങ്കിൽ ഏത് ഷെയറും വാങ്ങാം. സ്ക്രീനർ പോലെയുള്ള അനലിറ്റിക്കൽ സൈറ്റുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കി സിറോദ, അപ്സ്റ്റോക്ക്, ഗ്രോ എന്നിവ വഴി വാങ്ങാം. ഞാൻ സിറോദ ആണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാറുള്ളത്, കാരണം ചാർജ് കുറവാണ്. RD പോലെ തന്നെ സുരക്ഷിതമായ ധാരാളം കേന്ദ്ര ഗവൺമെൻറ് ബോണ്ടുകൾ അല്ലെങ്കിൽ കടപ്പത്രങ്ങളുണ്ട്. അതായത് ഗവൺമെൻറ് നമ്മളിൽ നിന്നും കടമെടുക്കുന്നു, കാര്യങ്ങൾ നടത്തുന്നു, പലിശ സഹിതം തിരികെ തരുന്നു. ബാങ്ക് പലിശയേക്കാൾ കൂടുതലാണ്, പക്ഷേ കാലാവധി തീരാതെ തിരികെ കിട്ടില്ല എന്ന് മാത്രം. 5 വർഷം 10 വർഷം കാലാവധിയുള്ള ബോണ്ടുകളുണ്ട്. നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട. ഇനി മുതൽ സ്വർണം വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. പകരം സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ഇടയ്ക്കിടെ ഗവൺമെൻറ് ഇറക്കും. അത് നമ്മളുടെ ബാങ്ക് വഴി തന്നെ വാങ്ങാം. മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ ഡയറക്റ്റായി വാങ്ങണം. അതിന് മാസം തോറും അടയ്ക്കുന്ന SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ കിട്ടുന്നതിനനുസരിച്ച് മ്യൂച്വൽ ഫണ്ട് അപ്പോഴത്തെ NAV അല്ലെങ്കിൽ അപ്പോഴത്തെ വില അനുസരിച്ച് നേരിട്ട് വാങ്ങാം. അതും സിറോദ പോലെയുള്ള സൈറ്റുകൾ വഴി ചെയ്യാം. യൂസ് ഓട്ടോ സ്വീപ്പ് ഫെസിലിറ്റി. ഇത് പലർക്കും അറിയില്ല. നമ്മുടെ സേവിംഗ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ കൂടുതൽ പൈസ ഉടനെ ആവശ്യമില്ലാതെ കിടക്കുന്നുണ്ട് എങ്കിൽ അതിന് ഈ ഫെസിലിറ്റി ഉപയോഗിച്ച് 6% പലിശ ഉണ്ടാക്കാം. ബാങ്കിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഒരു കോംപ്ലിക്കേഷനും ഇല്ലതാനും. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് REIT എന്താണെന്നറിയാമോ? ഇതിന് കുറച്ച് റിസ്ക് കൂടുതലാണ്, എന്നാൽ നല്ലതാണ്. അത് ഇപ്പോൾ നോക്കേണ്ട, അടുത്ത സ്റ്റേജിൽ നോക്കിയാൽ മതി. വിശദമായി താഴെ പറയാം. 3. അസറ്റ് ബിൽഡിംഗ്. 20% സേവിങ്സിൻ്റെ 65% പോയി കഴിഞ്ഞു. ഇനി 35%. അതാണ് നമ്മുടെ ചൈനീസ് ബാംബു ട്രീ. നട്ടിട്ട് മറന്നു കളയുക. അത് അതിൻ്റെ ജോലി ചെയ്തുകൊള്ളും. ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് പറയുന്നതെന്ന്. കണ്ടില്ല എങ്കിൽ ദയവായി കാണുക. ഇത് നമ്മുടെ പൈസയല്ല, അതിനാൽ തൊട്ടു പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന രഹസ്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. 1. സാമ്പത്തിക അടിത്തറയുള്ള കുടുംബം അല്ലെങ്കിൽ നിർബന്ധമായും നാഷണൽ പെൻഷൻ ഫണ്ടിൽ ചേരുക. ഈ വെബ്സൈറ്റിൽ കയറി കൂടുതൽ പഠിക്കാം. അയ്യോ, ഞാൻ ചെറുപ്പമല്ലേ, ഇപ്പോൾ ഞാൻ എന്തിന് പെൻഷനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി ഒന്നേയുള്ളൂ: ഇതാണ് പറ്റിയ സമയം. അസറ്റ് ബിൽഡിങ്ങിൽ എപ്പോഴും റിസ്ക് മാനേജ്മെൻറ്റ് ഒരു വലിയ ഘടകമാണ്. സൂക്ഷിച്ചു ചെയ്യാൻ ഏറ്റവും നല്ല വഴി 100 - my age മെത്തേഡാണ്. അതായത് നിങ്ങളുടെ പ്രായം 30 ആണെങ്കിൽ 100 - 30, 70% റിസ്ക് കൂടുതലുള്ള സ്റ്റോക്സ്, റെയ്റ്റ്സ്, മ്യൂച്വൽ ഫണ്ട്, ക്രിപ്റ്റോ ഇവയിലിടാം.
എന്നാൽ 40 വയസ്സാണെങ്കിൽ 100 - 40 60% മാത്രമേ ഹൈ റിസ്ക് പോസിബിലിറ്റിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇടാവൂ. ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു മോഡറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വേണം നിക്ഷേപിക്കാൻ. ഒരിക്കലും ലൈഫ് ഇൻഷുറൻസിനെ വെൽത്ത് ക്രിയേഷനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായി കാണരുത്. 70% ഹൈ റിസ്ക് അല്ലെങ്കിൽ ഹൈ റിവാർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി 30% റിസ്ക് വളരെ കുറഞ്ഞ, വളർച്ചയും കുറഞ്ഞതാവും. FD, RD, ഗോൾഡ് ഇവയിൽ നിക്ഷേപിക്കാം. വീട്ടിൽ കള്ളന് കൊടുക്കാൻ വേണ്ടി അല്ല എങ്കിൽ ലോക്കറിൽ പൂട്ടിവെക്കാൻ വേണ്ടി ഗോൾഡ് വാങ്ങരുത്. അത്യാവശ്യം ഉപയോഗിക്കാൻ ഒരു മാല വാങ്ങുക. ബാക്കി ഷെയർ മാർക്കറ്റ് പോലെ തന്നെയുള്ള നല്ലൊരു ETF, സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ഇവയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വസിക്കാവുന്ന ജ്വല്ലറുടെ ഗോൾഡ് സ്കീമുകളിലോ ഇട്ടാൽ കല്യാണം പോലെയുള്ള സമയമാകുമ്പോൾ ലാഭത്തിന് വാങ്ങാം. 2. ലോങ് ടേം റിക്കറിംഗ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയുള്ളവ വേണമെങ്കിൽ ഉപയോഗിക്കാം. 3. നല്ല ഇൻഡെക്സ് ഫണ്ടുകൾ വാങ്ങിക്കൂട്ടുക. പതുക്കെ 35 വർഷം കഴിഞ്ഞേ ഞാൻ അതിൽ തൊടൂ എന്നുറപ്പിച്ച്. മാർക്കറ്റ് താഴെ പോകാം, കയറാൻ നിങ്ങളെ യാതൊന്നും ബാധിക്കരുത്. ആര് പറഞ്ഞാലും കേൾക്കാനും നിൽക്കരുത്. നിങ്ങൾക്ക് ആ പൈസ ഇപ്പോൾ വേണ്ട, കുറേ പ്രായമായിട്ട് മതി എന്ന് മനസ്സിൽ പറയുക. ചതിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മ്യൂച്വൽ ഫണ്ട് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ധാരാളം നല്ല മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ. കാരണം അതേ സിസ്റ്റം ഉപയോഗിച്ച് അതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാം ഡയറക്റ്റ് ഷെയർ മാർക്കറ്റിൽ കളിച്ചാൽ. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം. 4. ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആപ്പിൾ അല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള അമേരിക്കൻ കമ്പനികളുടെ ഷെയർ വാങ്ങാൻ പറ്റും. അറിയാമോ? ഇന്ത്യൻ മണി പോലെയുള്ള സൈറ്റ് ഉപയോഗിച്ച് US ഫണ്ടുകൾ വാങ്ങിത്തുടങ്ങുക. ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ $135, അതായത് ഏകദേശം 11,000 രൂപ വിലയുള്ള ഒരു ഗൂഗിൾ ഷെയർ നിങ്ങളുടെ കയ്യിൽ 500 രൂപയേ ഉള്ളൂ എങ്കിൽ ഫ്രാക്ഷണൽ ഷെയറായി വാങ്ങാൻ സാധിക്കും. ഇന്ത്യൻ മണി ഉപയോഗിച്ച് നല്ല US സ്റ്റോക്സ് വാങ്ങിക്കൂട്ടുക. 5. റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുണ്ട്, പക്ഷേ പൈസ ഇല്ലാത്തവർക്ക് നല്ല 3 റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഉണ്ട്. മൈൻഡ് സ്പേസ്, ബ്രൂക്ക്ഫീൽഡ്, എംബസി. അവർ നമ്മളെപ്പോലെയുള്ള പലരുടെ പൈസ ഉപയോഗിച്ച് വലിയ പ്രോപ്പർട്ടീസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇടയ്ക്കിടെ ഡിവിഡൻഡ് അല്ലെങ്കിൽ ലാഭവീതം തന്നുകൊണ്ടിരിക്കും. 90% അങ്ങനെ നൽകണമെന്നാണ് സർക്കാരിൻ്റെ നിയമം. അടുത്ത വലിയ കാര്യത്തിലേക്ക് പോകും മുമ്പ് ഒന്ന് റീകളക്ട് ചെയ്യാം. 50, 30, 20 മെത്തേഡ് പറഞ്ഞു. 3 മസ്റ്റ് ഡു ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ്സ് പറഞ്ഞു. ക്രൈസിസ് ഫണ്ട് വേണം, ലിക്വിഡിറ്റിയുള്ള സേവിങ്സ് വേണം, അസറ്റ് ബിൽഡിംഗ് ചെയ്യണം. 65, 35 പറഞ്ഞു. അതായത് നിലനിൽപ്പ് സുരക്ഷിതമാവും വരെ 65% ലിക്വിഡിറ്റിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലും 35% ലോങ് ടൈം ക്യാപിറ്റൽ ബിൽഡിങ്ങിനും ഉപയോഗിക്കണം. പ്രായമനുസരിച്ച് ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞു. അടുത്തത് ബോണസ് ടിപ്പ്. ഇനി പറയുന്നത് ഒരു ഷോക്കിംഗ് ട്രൂത്ത്, പച്ചയായ സത്യമാണ്. നമുക്ക് ചുറ്റും 2 ലോകമുണ്ട്. ഒന്ന് നമ്മൾ കാണുന്നതും ഒന്ന് നമ്മൾ കാണാത്തതും. 50, 30, 20 വഴി നമ്മൾ ഒരിക്കലും സമ്പന്നനാവില്ല. അതിന് 80-20 റൂൾ ഫോളോ ചെയ്യണം. പക്ഷേ നമ്മളെ ഇതുവരെ പഠിപ്പിച്ച 80-20 റൂൾ അല്ല. നമ്മളെ പഠിപ്പിച്ചത് 80% ചെലവിനും 20% സേവിങ്സിനും മാറ്റിവയ്ക്കണം എന്നാണ്. എന്നാൽ സമ്പന്നരുടെ 80-20 നേരെ തിരിച്ചാണ്. 20% ചെലവിനും 80% സേവിങ്ങിനും. ഇത് നടക്കുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. സ്വാഭാവികം. പറഞ്ഞത്, നിങ്ങളുടെ മാസ വരുമാനം 1 ലക്ഷം രൂപ ആണെന്നിരിക്കട്ടെ. 20% ചെലവിന്, അതായത് 20,000 രൂപ. നടക്കുമോ? ഇല്ല. അപ്പോൾ 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ റിച്ച് അല്ല, റിച്ച് ആവുകയുമില്ല. ഇനി 5 ലക്ഷം രൂപ മാസ വരുമാനം ഉണ്ടെങ്കിലോ? 20% എന്നത് 1 ലക്ഷം രൂപ. വേണമെങ്കിൽ നടക്കും. വേണമെങ്കിൽ എന്ന് ഞാൻ പറയാൻ കാരണം 5 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ വീട്, വലിയ വണ്ടിയൊക്കെ വേണമെന്ന് തോന്നുന്ന ആളായി മാറും. അപ്പോൾ കൂടുതൽ റെൻറ്റ് വേണം, കൂടുതൽ EMI, മക്കൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ലെവൽ വേറെ, നിങ്ങളുടെ സോഷ്യലൈസിങ് മറ്റൊരു ലെവൽ. അപ്പോൾ ചിലവ് കൂടും. പക്ഷേ ബുദ്ധിയുള്ളവരാണെങ്കിൽ മാനേജ് ചെയ്യും. ഇനി 10 ലക്ഷമാണ് മാസ വരുമാനം എന്ന് കരുതൂ. 20% 2 ലക്ഷം. എല്ലാ ചെലവും 2 ലക്ഷത്തിൽ തീരും. പൈസ വെറുതെ ഒഴുക്കിക്കളയുന്ന ആളല്ല എങ്കിൽ വർഷത്തിൽ നല്ല ഒരു ഹോളിഡേ അടക്കം എല്ലാം നടത്താൻ 2 ലക്ഷം ധാരാളം.
അപ്പോൾ എത്ര മിച്ചമുണ്ട്? 8 ലക്ഷം ഒരു മാസം, 80% സേവിങ്. ഒരു വർഷം 12 96, 1 കോടി. ആ ആൾ വളരും. ഇതാണ് സമ്പന്നരുടെ 80-20. ഞാൻ ഇത് പറഞ്ഞത് കേട്ട് വിഷമിക്കേണ്ട. അറിയുക, ഇതും ഇതിനപ്പുറവും ചെയ്യുന്നവർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവർ അവിടെ എത്താൻ എന്താണ് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ നമുക്കും ട്രൈ ചെയ്യാം, ഇല്ലേ? ബൈബിളിൽ ഒരു താലന്ത് കഥയുണ്ട്. മാത്യു 25:14-30. നിങ്ങൾ കേട്ടതല്ല, എന്നോട് എൻ്റെ ഗുരു പറഞ്ഞത്. പലരും കേട്ടത് ഓരോ ജോലിക്കാരനും കൊടുത്ത നാണയങ്ങൾ യജമാനന് വേണ്ടി സംരക്ഷിച്ചതിനെ പറ്റിയാണെങ്കിൽ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞത് അത് ടാലൻ്റാണ്. ദൈവം എല്ലാവർക്കും ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ യുവർ അൺഫെയർ അഡ്വാൻറ്റേജസ്. പക്ഷേ ചിലർ അത് അറിയുന്ന പോലുമില്ല. ടാലൻ്റ് ഉപയോഗിക്കാൻ അറിയുന്നവന് മാത്രമേ ദൈവം കൂടുതൽ കൊടുക്കൂ. കാരണം അടിക്കാൻ അറിയാത്തവന് വടി കൊടുത്തിട്ട് എന്ത് കാര്യം? അതിനാൽ ടാലൻ്റ് നന്നായി ഉപയോഗിക്കാൻ പഠിച്ചാൽ നമ്മുടെ വരുമാനവും കൂടും, സമ്പാദ്യം കൂടും, 20% ജീവിക്കാൻ പറ്റുന്ന ദിവസവും വരും. അതിന് ഇപ്പോൾ നമ്മൾ ആരാണ്, എവിടെയാണ് നിൽക്കുന്നത് എന്നറിയണം. നമ്മളെല്ലാം പറയുന്നത് എന്താണ്? ഞാൻ മിഡിൽ ക്ലാസ് ആണെന്നാണ്, അല്ലേ? ആണോ? താഴെ കൊടുത്ത ചാർട്ട് വെറുതെ ഒന്ന് നോക്കൂ. അൾട്രാ പുവർ, ഹാൻഡ് മൗത്ത് ജീവിക്കുന്ന, ഒരു ദിവസം പണിയില്ല എങ്കിൽ വീട് പട്ടിണിയാവുന്ന ആളുകൾ. പുവർ, 1 ലക്ഷത്തിന് താഴെ മാസം വരുമാനമുള്ളവർ, കൂടുതലും ജോലിക്കാരും ചെറിയ സെൽഫ് എംപ്ലോയിഡ് ആളുകൾ. മിഡിൽ ക്ലാസ്, 1 ലക്ഷത്തിന് മുകളിൽ മാസം, 5 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള നല്ല ജോലിയുള്ള പ്രൊഫഷണൽസ്, സ്കിൽഡ് സെൽഫ് എംപ്ലോയിഡ്. അഫ്ലുവൻറ്റ്, 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷത്തിന് താഴെ മാസവരുമാനം. നമ്മുടെ നാട്ടിലുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹൈലി പ്രൊഫഷണലായ ആളുകൾ. റിച്ച്, 10 ലക്ഷത്തിന് മുകളിൽ മാസവരുമാനമുള്ള നല്ല ബിസിനസ് അല്ലെങ്കിൽ പല ഇൻകം സോഴ്സ് ഉള്ളവർ. ഇവർക്ക് ഉയർന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അൾട്രാ റിച്ച്, വരുമാനം ഞാൻ പറയുന്നില്ല. ഇവരെല്ലാം നമുക്ക് ചുറ്റിനുമുണ്ട് എന്ന് മാത്രം അറിയുക. ഇതൊന്നും കേട്ട് സ്വയം ചെറുതായി കാണേണ്ട. നന്നായി നോക്കിയാൽ നാളെ നമുക്കും അവിടെ എത്താം. അതിന് എന്ത് ചെയ്യണമെന്നറിയാൻ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണുക. 1ാം ഭാഗമാണത്. പല സ്റ്റെപ്പായി പ്ലാൻ ചെയ്താൽ മാത്രമേ ഉയരങ്ങളിൽ എത്താനാവൂ. നിങ്ങൾക്കും എത്താം, എവിടെയും. അതിന് ആദ്യം ഒരു നല്ല സ്റ്റുഡൻ്റ് ആവുക. ഓ, എന്താ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. അതല്ല, വളരണമെങ്കിൽ ഈ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ അടുത്ത വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുക. സുഹൃത്തേ, ദയവായി നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഉണ്ടാക്കിയില്ല എങ്കിൽ അത് ഭാവിയിൽ വളരെയധികം തിരിച്ചടികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തെറ്റുകൾ സ്വാഭാവികമാണ്, പക്ഷേ ആവർത്തിക്കാതിരിക്കാനാണ് ഈ വീഡിയോ വഴി ട്രൈ ചെയ്യുന്നത്. ഇത് പുതിയ ചാനലായതിനാൽ വേണ്ടത്ര റീച്ച് ആയിട്ടില്ല. കമൻറ്റ് ഷെയർസ് കുറവാണ്. അതുകൊണ്ട് നന്നായി സപ്പോർട്ട് ചെയ്യുക. ഒന്നറിയുക, വിതച്ചാലേ കൊയ്യാനാവൂ, വിതച്ചതേ കൊയ്യുകയുമുള്ളൂ. പക്ഷേ വിതയ്ക്കുമ്പോൾ ചിലത് പാറപ്പുറത്തും ചിലത് മേൽമണ്ണ് കുറവുള്ളിടത്തും വീഴും. കുറേ കിളികൾ കൊണ്ടുപോകും. ഇതെല്ലാം കഴിഞ്ഞാലും ചിലത് 10%, ചിലത് 30%, ചിലത് 70%, ചിലത് 100%, ഇങ്ങനെ വിളവ് കിട്ടും. എന്നാൽ ഇതെല്ലാം ചേരുന്നതാണ് ഹാർവെസ്റ്റ് അല്ലെങ്കിൽ വിളവെടുപ്പ്. നമ്മൾ വിതച്ചില്ല എങ്കിൽ കൊയ്യുകയുമില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും വിതയ്ക്കുക. ഓരോ തെറ്റിൽ നിന്നും പഠിച്ച് മുന്നോട്ട് പോവുക. ഒരു വലിയ മാസ്റ്റർ പ്ലാൻ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. അർഹത നേടുക. വിജയം ഉറപ്പാണ്. ഇറ്റ് ഈസ് നോട്ട് ഓവർ അൻറ്റിൽ യു വിൻ. നിങ്ങൾ വിജയിക്കും വരെ ഈ കഥ തീരില്ല. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ വളരുക. നിങ്ങളെ കണ്ട് നിങ്ങളുടെ കുട്ടികൾ പഠിക്കട്ടെ. നമ്മുടെ ജീവിതം ഒന്നുകിൽ മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആക്കാം, അല്ലെങ്കിൽ ഒരു വാണിംഗ് ആക്കാം. രണ്ടും നമ്മുടെ മാത്രം കയ്യിലാണ്. നിങ്ങൾ ഒരു എക്സാമ്പിളായി മാറാൻ തീരുമാനിച്ചു എങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത ശേഷം താഴെ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എനിക്ക് നിങ്ങളെ കുറച്ചൊക്കെ സഹായിക്കാൻ പറ്റും എന്നെനിക്കറിയാം. ഈ ചാനൽ താങ്കളുടെ നല്ല സുഹൃത്തുക്കൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ വിജയകഥ കേൾക്കാൻ ഞാനും കാത്തിരിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഒപ്പം. താങ്ക് യു വെരി മച്ച്.